ഏത് പടത്തിനും അതിൻ്റെ ഡയറക്ടർ ദേ ഷുഡ് ബി 100% ഇൻവോൾവ് ഉണ്ട്. അവരെ കുട്ടിയാണ്. ഇപ്പം ആമേനിൽ ഒരു ആ പള്ളി ഇറ്റ്സ് അത് പൊളിഞ്ഞ് വീഴാൻ അല്ലെങ്കിൽ അത് പൊളിച്ച് മാറ്റണം എന്നുള്ള ഒരു സിറ്റുവേഷനുള്ള പള്ളിയാണ്. പക്ഷെ ആ പടത്തിൽ കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ഏജിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അത് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ്. CGയും നമ്മൾ ചെയ്യുന്ന വർക്കും കൂടി മർജ് ചെയ്ത് കഴിഞ്ഞാൽ യു കാൺ ബിലീവ് ദാറ്റ് ഇറ്റ് ഇസ് CG or ഇറ്റ് ഇസ് സെറ്റ്. ഫോട്ടോഗ്രാഫിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഏതാണ് CG ചെയ്യാൻ പറ്റുക. ഇപ്പോൾ നമ്മൾ ഈ ഫോണിൽ ഇരുന്നിട്ട് CG ചെയ്യുന്ന ആൾക്കാരാണ്. മീൻസ് വലിയ വർക്കല്ല, അതെ. ഇനി അടുത്ത കാലം അതാണ്. ഇപ്പോൾ ബാവയ്ക്കെ സംബന്ധിച്ചിടത്തോളം ഏതാണ് കൂടുതൽ ചാലഞ്ചിങ്? ഒരു സ്ക്രാച്ചിൽ നിന്നൊരു സെറ്റ് ഉണ്ടാക്കി ഒരു പ്രോപ്പർ ഒത്തൻറ്റിക് ആയിട്ടുള്ളൊരു സെറ്റ് ഉണ്ടാക്കുന്നതാണോ, അതോ ഒരു റിയൽ ലൊക്കേഷനെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ട്രാൻസ്ഫോം ചെയ്തെടുക്കുന്നതാണോ? ഏതാണ് കൂടുതൽ ചാലഞ്ചിങ് ആയിട്ട് തോന്നുന്നു? ചാലഞ്ചിങ് എന്നെ സംബന്ധിച്ച് റിയാലിറ്റി ആയിട്ട് ചെയ്യാൻ വളരെ ചാലഞ്ചിങ് ആണ്. കാരണം ഒരു ഫിലിമിന് നമ്മളിപ്പോൾ കണ്ടാൽ ഇത് സെറ്റാന്ന് തോന്നരുത്. അതാണ് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള സാധനം. നമുക്ക് മേക്കിംഗ് ഈസിയാണ്. ഇപ്പോൾ എന്നോട് പറഞ്ഞ ഒരു ചൈനീസ് അല്ലെങ്കിൽ ഒരു സിംഗപ്പൂർ സ്ട്രീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈസിയാണ്. അവിടുന്ന് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെഫറൻസ് എടുക്കുക, അടിച്ചു കൂട്ടുക, അതിൻ്റെ ആൾക്കാർ മെഷർമെൻറ്റ് കൊടുത്താൽ മതി. പക്ഷേ ഒരു പൊളിഞ്ഞ വീട് വേണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏജിങ്, അതിൻ്റെ ഇപ്പോൾ ഒരു വെള്ളം ഒഴിച്ച് ഒരു 10 വർഷം പഴക്കമുള്ള ഒരു വീട് വേണം, അതിൻ്റെ ഒരു ഏജിങ് എന്തായിരിക്കണം എന്നുള്ളതൊക്കെ വളരെ മൈന്യൂട്ടായിട്ട് ചെയ്യാനുള്ള ഒരു വർക്കാണ്. അത് ഇറ്റ്സ് എ വെരി ചാലഞ്ചിങ് വർക്ക്. എക്സാമ്പിൾ ഇപ്പം ആമേനിൽ ആ പള്ളി ഇറ്റ്സ് അത് പൊളിഞ്ഞ് വീഴാൻ അല്ലെങ്കിൽ അത് പൊളിച്ച് മാറ്റണം എന്നുള്ള ഒരു സിറ്റുവേഷനുള്ള പള്ളിയാണ്. പക്ഷെ ആ പടത്തിൽ കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ഏജിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അത് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ്. അത് ഞാൻ ലൊക്കേഷനിൽ വന്നായിരുന്നു, കണ്ട് ഞെട്ടിപ്പോയൊരു കൺസ്ട്രക്ഷൻ ആയിരുന്നു ആമേനിലെ പള്ളി എന്ന് പറയുന്നത്. ആ ഒരു ഗ്രാമം തന്നെ ഒരു ഫിക്ഷണൽ ഗ്രാമമായിരുന്നു. അത് ഭയങ്കര രസമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് വീണ്ടും സ്റ്റേറ്റ് അവാർഡും കിട്ടിയല്ലോ. അതിനും സ്റ്റേറ്റ് അവാർഡ്. അതാണ് എനിക്കിപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ എത്രത്തോളം നമ്മൾ അതിനെ അത് നമ്മൾ തന്നെ ആസ്വദിക്കണം. ഇപ്പോൾ ഒരു സെറ്റ് ഇട്ടിട്ട് നമ്മളവിടെ ഇരുന്ന് ആസ്വദിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇതിൽ എന്തൊക്കെ കുറവുണ്ട്, എന്ത് കുറ്റങ്ങളുണ്ട്, എന്തൊക്കെ ഇനി അടുത്ത പ്രാവശ്യം സപ്പോസ് ഷൂട്ടിങ് കഴിഞ്ഞാലും ഇനി ഇഫ് യു ആർ ഡൂയിങ് നെക്സ്റ്റ് ടൈം ഇതുപോലത്തെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് റെക്ടിഫൈ ചെയ്ത് ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു ചാലഞ്ചിങ്. ഇപ്പം നേരത്തെ നമ്മൾ സംസാരിച്ചതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിരുന്നു, ഇപ്പോൾ CG ഇപ്പോൾ വളരെയധികം പ്രോമിനൻ്റ് ആണ്. ഇപ്പോൾ ഒരു പണ്ടത്തെ പോലെ അത്ര ബുദ്ധിമുട്ടൊന്നുമല്ല. ഇപ്പോൾ ഭയങ്കര ഇൻവോൾവ് ആയിട്ടാണ് എല്ലാവരും അതിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ആർട്ട് ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിസൈൻ എന്ന് പറയുന്ന ഒരു മേഖല CG ആയിട്ട് എത്രത്തോളം സിങ്കിൽ പോകണം? ഇപ്പോൾ CGയിൽ കംപ്ലീറ്റ് ആയിട്ടൊരു പുതിയ കാര്യം തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അവിടെ ബാവക്കയുടെ ഇൻപുട്സ് ഉണ്ടാവാറുണ്ടോ, അതോ അവരാണോ തീരുമാനിക്കുന്നത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്? ഇപ്പോൾ നിങ്ങൾ ലൈവ് ലൊക്കേഷൻ മാത്രമല്ലാണ്ട് ഇതിലും കൂടെ ഇൻവോൾവ് ആവുന്ന ആണോ? CG സംബന്ധിച്ചിട്ട് ഒരു സബ്ജക്റ്റിന് CG ആവശ്യമുള്ള സ്ഥലത്ത് ഈ CGയും നമ്മൾ ചെയ്യുന്ന വർക്കും കൂടി മർജ് ചെയ്ത് കഴിഞ്ഞാൽ യു കാൺ ബിലീവ് ദാറ്റ് ഇറ്റ് ഇസ് CG or ഇറ്റ് ഇസ് സെറ്റ്. അതാണ് ആദ്യം കണ്ടുപിടി. അപ്പോൾ ആദ്യം തന്നെ CG ചെയ്യുന്ന ആൾക്കാർ മുമ്പേ നമ്മളെടുത്ത് ഡിസ്കസ് ചെയ്യും എന്താണ് സെറ്റ്, ആ സെറ്റിൻ്റെ എക്സ്റ്റൻഷൻ എവിടെ വരെ വേണം, എക്സ്റ്റൻഷൻ കഴിഞ്ഞാലാണ് CG. അപ്പോൾ അത് എന്ത് ടെക്സ്ചറിലായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ടെക്സ്ചറിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് എന്ത് ടെക്സ്ചറിൽ ചെയ്യാൻ പറ്റും, അത് ആദ്യം ഡിസ്കഷൻ ഉണ്ടാവും. അപ്പോൾ ഈ രണ്ടും കൂടി ഒരു ജെല്ലില്ലെങ്കിൽ അത് വേറെ നിൽക്കും. അപ്പോൾ നമ്മളിപ്പോൾ മലയാളത്തിലോ അല്ലെങ്കിൽ വേറെ പല ഭാഷകളിൽ നമ്മൾ കുറേ പടങ്ങൾ കാണാറുണ്ട്. പക്ഷേ ഹോളിവുഡ് പടങ്ങളിൽ അവരെ രീതി തന്നെ അതാണ്. പ്രീ പ്രൊഡക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ പ്രീ പ്രൊഡക്ഷനിലാണ് അവർ തീരുമാനിക്കുന്നത് ഏതൊക്കെയാണ് CG, എവിടെയൊക്കെയാണ് CG. അതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈൻ ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും. ആ കാൽക്കുലേഷൻ അനുസരിച്ചിട്ടായിരിക്കും CG വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ചെയ്ത് ഗഗനചാരിയിൽ അതിൽ കുറേ CG വർക്ക് ഉണ്ട്. VFX നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല വർക്ക് ആയിരുന്നു അത്. പക്ഷെ അത് ഈ പ്രൊഡക്ഷൻ ഡിസൈനറും VFXും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് അതിൽ ഏതാണ് ജെല്ലായിട്ടുള്ളത്, ഏതാണ് CG, ഏതാണ് ഇതെന്നുള്ളത് ആൾക്കാർക്ക് നമുക്കൊക്കെ മനസ്സിലാവും, സിനിമാക്കാർക്ക് മനസ്സിലാവും ഇത് എക്സ്റ്റൻഷൻ ചെയ്താണ് അല്ലെങ്കിൽ ഇത് അങ്ങനെ ചെയ്താണ്. പക്ഷേ ഒരു നോർമൽ ആൾക്കാർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ഇന്നത്തെ ജനറേഷൻ വളരെ
എല്ലാം മൈന്യൂട്ടായിട്ട് നോക്കുന്ന ആൾക്കാർ. പണ്ട് മോഹൻലാൽ പടം, മമ്മൂട്ടി പടം, അല്ലെങ്കിൽ അങ്ങനെ പടം, കമൽ പടം, ജോഷി പടം എന്നൊക്കെ ആയിക്കൊണ്ട് ഇന്ന് who's the technician, who's the cinematography, who's the costume, who's the makeup man, who's the VFX, എല്ലാവർക്കും എല്ലാം അറിയാമെന്നുള്ളതാണ് ഇപ്പോൾ. പണ്ട് ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാർ വളരെ കുറച്ചായിരുന്നു. ഇന്ന് ഒരു കൊല്ലം 1,00,000 ചില്ലറ പേരാണ് വരുന്നത്. സോ ദേ നോ വാട്ട് ഇസ് ആൻഡ് ദേ നോ വാട്ട് ഇസ് ഫോട്ടോഗ്രാഫി. ഫോട്ടോഗ്രാഫിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഏതാണ് CG ചെയ്യാൻ പറ്റുക. ആൻഡ് ഇപ്പോൾ നമ്മൾ ഈ ഫോണിൽ ഇരുന്നിട്ട് CG ചെയ്യുന്ന ആൾക്കാരാണ്. മീൻസ് വലിയ വർക്കല്ല, അതെ. ഇനി അടുത്ത കാലം അതാണ്. ഇനി അടുത്ത ജനറേഷനിൽ ഇപ്പം തന്നെ വന്നു തുടങ്ങി, AI വന്ന് തുടങ്ങിയാനല്ല ഫിലിമിൻ്റെ എല്ലാം എന്താന്നുള്ളത് ആർക്കും മനസ്സിലാവാത്ത ഒരു സ്ഥിതിയായി. ഏതാണ് ഫിലിം, ഏതാണ് ഒറിജിനൽ, ഏതാണ്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പോകുന്നു. ഇത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഈ ഹൂ ഡൂയിങ് ദ VFX ദേ സപ്പോസ് ബി ഡിസ്കസ് വിത്ത് ദ പ്രൊഡക്ഷൻ ഡിസൈനർ. എന്നാൽ മാത്രം നമുക്ക് ആ ക്വാളിറ്റിയും കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പം ഉള്ളൊഴുക്കിലേക്ക് വരികയാണെങ്കിൽ അത് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അതിൽ പക്ഷേ ഭയങ്കര ഒരു അഗൈൻ ചാലഞ്ചിങ് ആയിട്ടുള്ള ബാക്ക് ഡ്രോപ്പാണ്. അത് ക്രിസ്റ്റോയുടെ തന്നെ ക്രിസ്റ്റോയുടെ സ്വന്തം വീടായിരുന്നു എന്ന് പറയുന്നു. അത് ആ ലൊക്കേഷനിൽ അവിടെ നടന്നൊരു സംഭവത്തെ അവിടെ തന്നെ ഷൂട്ട് ചെയ്യുന്നു. നടന്ന സംഭവത്തിന് ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു കഥ. അവിടെ ഫ്ലഡിൻ്റെ പല ലെവൽസ്, അവരുടെ ഇമോഷൻസിന് അനുസരിച്ച് അത് ബിൽഡ് ചെയ്തെടുക്കണം. അതെങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഹോൾ വർക്കിംഗ് പ്രോസസ്സ് ഉള്ളൊഴുക്കിലേക്ക് വരുമ്പോൾ? ഉള്ളൊഴുക്ക് പറയുമ്പോൾ ഞാൻ വേറൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഡിക്സൺ പൊടുത്തസ് ഒന്നിരുന്നു വെറുതെ ഇന്നിരുന്ന് പറഞ്ഞു, നമുക്ക് ഈ വെള്ളമൊക്കെ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ്, അപ്പോൾ വെള്ളത്തിൽ എത്ര CG ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു, വെള്ളത്തിൽ CG ചെയ്യൽ വളരെ പാടാണ്. മാക്സിമം ചെയ്തെടുക്കുക, അതിന് എന്തെങ്കിലും ചെയ്യാന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഡേ അങ്ങനെ പോയി. സെക്കൻഡ് ഡേ പിന്നെ പുള്ളി വന്നിട്ട് എൻ്റെ അടുത്തിരുന്ന് പറഞ്ഞു, വേറെ ഒരു വീട് വെള്ളത്തിൽ നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഈ വീട് എങ്ങനെ ചെയ്യണം. അപ്പോൾ എനിക്ക് തോന്നി ഇയാൾ എന്തിനാണ് എൻ്റെ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഒരു 4-ാം ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു പടമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നത് ഈ പടം ചെയ്യുന്നത് ഭയങ്കര ചാലഞ്ചിങ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു 4-ാം ദിവസം ഒരു ചാലഞ്ചിങ് ആയിട്ട് ആ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് ചെയ്യാം. കാരണം ഏതൊരാൾക്കും ഒരു ചാലഞ്ച് ഏറ്റെടുക്കുന്ന പോലെ എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കരമായിട്ട് ചാലഞ്ച് ഏറ്റെടുക്കുന്ന ഒരു വ്യക്തി. കാരണം ഞാനിപ്പോൾ ഒരു കൂടുതൽ ആഡ്സാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു ദിവസം അല്ലെങ്കിൽ 1.5 ദിവസം കൊണ്ട് നമ്മൾ വേറൊരു സാധനം, ഈ ആഡിന് ഫൈൻ ട്യൂണിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മീൻസ് സിനിമയിലേക്കാളും ടെലിംഗ് ദ സബ്ജക്റ്റ് ഇൻ 30 seconds. സോ നീഡ് ദ കളർ, നീഡ് ദ പ്രോപ്സ്, എന്താണ് ബാക്ക്ഗ്രൗണ്ട്, അതിനെക്കുറിച്ചൊക്കെ ഭയങ്കര ഇതുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അത് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ ചാലഞ്ച് ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ക്രിസ്റ്റോന് നമ്പർ തന്നു, ക്രിസ്റ്റോനെ വിളിച്ചു. ഞാൻ ക്രിസ്റ്റോനെ പോയി കണ്ടു, സബ്ജക്റ്റ് കേട്ടു. അപ്പോൾ എന്നെ പറഞ്ഞു ഇങ്ങനെയാണ്, എൻ്റെ വീട്ടിലാണ്, എൻ്റെ തറവാടാണ്, അവിടെ പോവാം എന്ന് പോയി. ഞാനും ഷഹനാദ് സാർ ഉണ്ടായിരുന്നു, ഞങ്ങൾ എല്ലാവരും ലൊക്കേഷൻ കണ്ടു. അപ്പോൾ ലെവൽ ഓഫ് വാട്ടർ കയറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്യാൻ കുഴപ്പമില്ല, അതെങ്ങനെ ചെയ്യും. അപ്പോൾ അതിൻ്റെ ചാലഞ്ചിങ് എന്താണെന്ന് വെച്ചാൽ അടുത്ത കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഒരു വലിയൊരു വീടാണ്, നല്ല പുതിയ വീടാണ് അവർ വെച്ചിട്ടുള്ളത്. ഇപ്പുറത്തെന്ന് വെച്ചാൽ വാഴക്കൃഷിയും കുറേയൊക്കെ ഫുള്ള് വാഴ വെച്ചിട്ടുള്ള അടുത്ത പറമ്പ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നെൽകൃഷി. ഈ വീടിന് ചുറ്റും ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ ഇവിടെ കെട്ടുന്ന വെള്ളം കൊണ്ട് അവർക്ക് ആർക്കും തന്നെ ഒരു ഉപദ്രവം പാടില്ല. അത് വലിയൊരു ചാലഞ്ചായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു നമ്മളിവിടെ ഒരു ഇത് വെക്കും, ബണ്ടുമാതിരി മറ്റേ സിമെൻറ്റ് ഷീറ്റിൽ ചെയ്തിട്ട് പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് മണ്ണിട്ട് അതിന് പുറത്ത് ചെടികൾ വെച്ച് നേരത്തെ തുടങ്ങണം. അല്ല നാളെ ഷൂട്ടിംഗ് ഇന്ന് വന്നു കഴിഞ്ഞാൽ ഈ പരിപാടി നടക്കില്ല എന്നാണ്. കുഴപ്പമില്ല, 1 മാസം സമയമുണ്ടെന്നാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാം ഫുൾ ബൗണ്ടറി ചെയ്തു. പക്ഷെ ആ ബൗണ്ടറി ആർക്കും ക്യാമറയിൽ പോലും കാണില്ല. ഈവൻ ക്യാമറയിൽ കണ്ടാൽ തന്നെ അത് ഒരു ചെടിയൊക്കെ വെച്ച് നല്ല നീറ്റായിട്ട്, കാരണം അതിന് വളർത്തിയത് ചെടിയൊക്കെ വെച്ച് മറ്റേ ചേമ്പൊക്കെ ഉണ്ടാക്കി അതിന് വളർത്തി ഉണ്ടാക്കിയത്. എന്നിട്ട് ഈ വീട്ടിൻ്റെ ലെവലിനേക്കാളും കുറേയും കൂടി താഴെ കുഴിച്ചു. കാരണം ഈ വീട്ടിൽ എന്താ പറയുക, ഈ വീട് കുറേ മുകളിലാണ്, പറമ്പ് അതിനേക്കാളും മുകളിലാണ്. അപ്പോൾ ഈ വെള്ളം കെട്ടിക്കഴിഞ്ഞാൽ അടുത്ത വീട്ടിലേക്ക് പോകും. എന്നിട്ട് വീട്ടിൻ്റെ ലെവൽ കുറേയും കൂടി കുഴിച്ച് നമ്മൾ ഷീറ്റ് ഇട്ടു. എന്നിട്ട് അതിൻ്റെ മുകളിൽ മറ്റേ മെറ്റലിട്ടിട്ട് ലോക്ക് ചെയ്ത് അതിനുശേഷം വെള്ളം അടിച്ചു. അപ്പോൾ ആദ്യമേ വെള്ളം അടിച്ച് ഒരു പ്രാവശ്യം ഫുള്ള് കയറ്റി എന്നിട്ട് ഇറക്കി വെള്ളം തുറന്നു വിട്ടിട്ട് ദെൻ നെക്സ്റ്റാണ് നമ്മൾ ഷൂട്ടിന് വരുന്ന ദിവസം പിന്നെയും ചെയ്തത്. അങ്ങനെ
ഇപ്പൊ ഇത് ഇനി ഒരു പ്രോസസ്സാണോ ഇത് അവിടെ ഇപ്പോൾ സെറ്റ് ഇടുന്നതായിരുന്നോ കൂടുതൽ എളുപ്പം, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നോ ഇത് കൂടുതൽ? കാരണം തന്നെ ഷൂട്ട് ചെയ്യണം എന്നുള്ളൊരു അല്ല, അതിന് ചാലഞ്ചിങ് ആണത്. ബിക്കോസ് നാച്ചുറലായിട്ട് ഷൂട്ട് ചെയ്യണം. ഇപ്പൊ സെറ്റ് ഇട്ടാൽ എന്തിട്ടാലും ഈ ചെടി, തെങ്ങ്, അത് ഇതൊക്കെ അതിന്റെ കുറ്റിക്കാടുകൾ നമുക്ക് ആദ്യം സീൻ ഓപ്പണിങ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും കുറേ ഇങ്ങനെ പുല്ലൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കാണുന്ന പുല്ലിന്റെ അറ്റം മാത്രമേ ഉള്ളൂ. സി ഇഫ് യു ഡൺ ദ സെറ്റ് ചെയ്യാൻ പറ്റും, ഇല്ല എന്നല്ല. കാരണം അത് ചിലപ്പം കുറച്ചും കൂടി ദിവസങ്ങൾ എടുക്കേണ്ടി വരും. പക്ഷേ ഇത് കുറേ കൂടി നാച്ചുറലായിട്ട് ബ്ലെൻഡായി അതിനോട് ബ്ലെൻഡായി കിടക്കും. അത് സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് വേറെ ഫീലായിരിക്കും. ഒന്നാമത് ഈ മഴ പെയ്തൽ, അപ്പോൾ എന്താ വെച്ചാൽ ഈ പ്ലൈവുഡൊക്കെ ആയിരിക്കും നമ്മൾ അടിക്കുന്നത്, അല്ലെങ്കിൽ സിമെന്റ് ഷീറ്റ്, എന്തൊക്കെ വാട്ടെവർ ഈസ്. അപ്പോൾ അതിന് ഒരു നമുക്ക് കാണുമ്പോൾ അറിയാം ഇത് സെറ്റ് ഇട്ടിട്ട് മഴ പെയ്പ്പിച്ചുകൊണ്ട് ഈ മതിലിൽ വരുന്ന സാധനങ്ങളും ഒരു ഒറിജിനൽ കെട്ടിയിട്ടുള്ള ബിൽഡിങ്ങിന്റെ ടെക്സ്ചർ വേറെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഡിഫറൻസ് അതിലുണ്ടാവും. പക്ഷെ ഇത് കുറച്ചും കൂടി ചാലഞ്ചിങ് ആയിരുന്നു. അതേസമയം ഒരേ സമയത്ത് തന്നെ 2 സിനിമകൾ ഇറങ്ങിയതാണ്. ഗഗനചാരിയും അതേ സമയത്ത് ഇറങ്ങി. അപ്പോൾ ഗഗനചാരി നേരത്തെ അതിനെപ്പറ്റി പലതും സംസാരിച്ചു. അപ്പോൾ അത് അഗൈൻ നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത, നമ്മൾ ഇമാജിൻ പോലും ചെയ്തിട്ടില്ലാത്ത ഒരു സമയത്താണ് ആ സിനിമ നടക്കുന്നത്. കണ്ടീഷൻസ് ഒക്കെ വേറെയാണ്. നമ്മുടെ കേരളത്തിൽ പലയിടത്തും അതിലും ഫ്ലഡും പലതും സംഭവിച്ചിട്ടുണ്ട്. കേരളം പകുതി ഇല്ലാണ്ടായിട്ടിരിക്കുകയാണ്. ഒരുപാട് ഡിഫറെൻറ്റ് പ്രോപ്സും ഒരുപാട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഗാഡ്ജറ്റ്സും ഒക്കെ ഉണ്ടാക്കണം. അതിൽ പുതുതായിട്ട് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കണം. അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് ബാവക്ക അതിലേക്ക് എത്തിയത്? എത്രത്തോളം റിസർച്ച് ചെയ്യേണ്ടി വന്നു അതിൽ? ഇത് ചന്തുവിന് തന്നെ ഇതിന് മുമ്പ് ഒരു പടം ഉണ്ടായിരുന്നു, ഷാജൻ ബേക്കറി ഷൂട്ടിംഗ് നടക്കുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് ഒരു സൂചന ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒക്കെ ഉപരി ഏത് പടത്തിനും അതിൻ്റെ ഡയറക്ടർ ദേ ഷുഡ് ബി 100% ഇൻവോൾവ് ഉണ്ട്. അവരെ കുട്ടിയാണ്, നമ്മളതിനെ കുളിപ്പിക്കാൻ വെള്ളം കൊണ്ടുവരുന്നത് അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്. അപ്പോൾ ചന്തുവിനെ പറയുകയാണെങ്കിൽ ചന്തു പുള്ളി ഇതിൽ തന്നെയാണ് ഈ റിസർച്ച് ചെയ്തിട്ട് ഓരോ ദിവസം വരുമ്പോൾ പറയും ബോക്ക നമുക്ക് അങ്ങനത്തെ ഒരു സാധനം ചെയ്തല്ലോ, ഇങ്ങനത്തെ ഒരു സാധനം. പക്ഷെ അതെന്തറിയോ, ഡേ ബൈ ഡേ ഇറ്റ് ഈസ് ഗോയിങ് അപ്പ്. അപ്പോൾ അത് വലിയൊരു കാര്യമായിരുന്നു. ഇതിൽ ശരിക്കും ഞാൻ റിസർച്ച് ചെയ്തതിനേക്കാളും കൂടുതൽ ചന്തുവാണ് ചെയ്തിട്ടുള്ളത്. അവർ തരുന്ന ഒരു പ്രോജക്റ്റ് നമ്മൾ അതിൻ്റെ പുറത്ത് റിസർച്ച് ചെയ്തെന്നേ ഉള്ളൂ. പക്ഷേ പ്രീവിയസ് ചന്തു ഇസ് അമേസിങ് വർക്ക് ഡൺ ഓൺ ദാറ്റ് ഫിലിം. അങ്ങനെ കുറേ ഇങ്ങനത്തെ പ്രോപ്സ് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ വി ഡോണ്ട് നോ വാട്ട് ഈസ് 2040, ആർക്കും അറിയില്ല. പിന്നെ ഇതിൽ വേറെ കാര്യം വെച്ചാൽ നമ്മൾ പറയുന്ന സത്യസന്ധത അല്ലെങ്കിൽ ആൾക്കാർ കൂവി വിളിപ്പിച്ചു, അത് വളരെ ടാസ്ക്കാണ്. ഈവൻ അത് മലയാളത്തിൽ മാത്രമല്ല കേട്ടോ ഞാൻ കണ്ടതിൽ. ഇപ്പോൾ ഒരു തെലുങ്ക് പടം ഇവിടെ വന്ന് കളിക്കാൻ എല്ലാവരും കണ്ടിട്ട് പോകും. പക്ഷെ നമ്മൾ ആ പടം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിവില്ലാന്ന് വരും. അതാണ് മലയാളികളുടെ അത് അവരെ തെറ്റല്ല, കാരണം അവരെന്തെങ്കിലും ചെയ്തോട്ടെ, പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യരുതെന്നുള്ളതാണ് അതിൻ്റെ ഇത്. അല്ലാതെ ഇവരെ കുറ്റം പറയല്ല. പക്ഷെ അതാണ് അത്. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ചലഞ്ചിങ് എന്ന് പറഞ്ഞാൽ എന്ത് കാണിക്കും, അല്ല ഇത് എങ്ങനെ കാണിക്കും. ആൻഡ് മോറോവർ അതിൽ നിങ്ങൾ മനസ്സിലാക്കണം, അതിൽ ആദ്യം നമ്മൾ ഡിസ്കഷനിൽ പറഞ്ഞ് ദർ ഈസ് നോ വാം ലൈറ്റ്. സി നോർമലി എർത്ത് എന്നുള്ള സാധനം തന്നെ കട്ട് ചെയ്തിട്ട് ഫുൾ ഫ്ലോറസൻസ് ആണ് അതിൻ്റെ മൊത്തം. ഈവൻ പ്രോപ്സ് അടക്കം വാളിൽ ചെയ്തിട്ടുള്ള നിയോണും കാര്യങ്ങളെല്ലാം ഒരു ഫ്ലോറസൻ ബ്ലൂ ഗ്രീൻ ടോണിലാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടൊക്കെയാണ് ആൾക്കാർക്ക് കുറച്ച് നേരം പടം കണ്ടിരിക്കാൻ തോന്നുന്നത്. കാരണം ഇഫ് യു ഡൺ ദ വാം ലൈറ്റ് അത് വേറൊരു ടോണിലേക്ക് മാറും. പ്രത്യേകിച്ച് വളരെ ലിമിറ്റഡ് സ്പേസിലാണല്ലോ. അതെ, അത് ആ VFX സ്റ്റുഡിയോയിൽ തന്നെയാണ് ആ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് വളരെ എന്താ പറയുക ചാലഞ്ചിങ് ആയിരുന്നു. പക്ഷേ VFX ഭയങ്കരമായിട്ട് അതിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് അതിലെ ഒരു മറ്റേ AI വോയിസ് ആയിട്ടുള്ള രാഘവൻ എന്ന് പറയുന്നത് ഭയങ്കര ഹിറ്റായിരുന്നു. അതൊരു ഗ്രാമഫോണിന്റെ ഷേപ്പിലാക്കാനുള്ള തീരുമാനമായിരുന്നു. അതെ, അതങ്ങനെ തന്നെ ആയി. അത് ഞാനിതേപോലെ ഒരു ദിവസം ബ്രോഡേ പോയിട്ട് ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു സാധനം വേണം, അലക്സയൊക്കെ പോലത്തെ ഒരു അഡ്വാൻസ് സാധനം. പക്ഷേ അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് കാണിക്കുന്നത് ആർക്കും പറയാൻ പറ്റില്ല. മേ ബി ചെറിയൊരു ഗ്ലാസ് വെച്ചാലും ഓക്കെയാണ്, ഒരു ഗ്ലാസിന്റെ പീസിൽ വെച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചെന്നാൽ ഓക്കെയാണ്. പക്ഷെ അത് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി തിങ്ക് ചെയ്താന്ന് വെച്ചാൽ ആ ഒരു ഗ്രാമഫോണൊക്കെ പഴയ കാലത്ത് ഇപ്പോഴും ഇനി എത്ര കൊല്ലമായാലും ഇത് യൂസ് ചെയ്യും. അതുകൊണ്ട് അതിൻ്റെ ഒരു സ്ഥാനം വാങ്ങിക്കൊണ്ട് ആഡ് ഓൺ ചെയ്ത് ഒരു ബോക്സ് ഉണ്ടാക്കി അതിന് മറ്റേ സാധനമൊക്കെ ഉണ്ടാക്കി അങ്ങനെ വെച്ചതാണ് അതിൻ്റെ അത്.
അതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു കഥകൾ മറ്റേ മ്യൂറൽ പെയിന്റിങ്. അത് ഇന്റൻഷ്യലി നമ്മൾ വെച്ചതാണ്. കാരണം മലയാളികൾ മറന്നു പോകരുത് എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് ആ കഥകളിയും വാളും മറ്റേ പരിചയമൊക്കെ വെച്ചത്. അതാണ് ഞാൻ ചന്തു അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്തു. പുള്ളിയുടെ ഔട്ട്പുട്ടാണ് നമ്മളൊന്ന് പോളിഷ് ചെയ്തു എന്നുള്ളൂ. പുള്ളിയുടേതാണ് മൊത്തം ഔട്ട്പുട്ട്. ഇതേപോലെ തന്നെ ബാബുക്ക നേരത്തെ വളരെ വെറ്ററൻ ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സ്, ഇപ്പോൾ കമൽ സാർ, വിനയൻ സാർ, ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്തു, ഐ വിശ്വസ് സാർ, എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്തു. അതേ സമയത്ത് ഇപ്പോൾ ന്യൂ ജനറേഷൻ ട്രെൻഡ് വന്നപ്പോൾ ആ സിനിമകളിലെല്ലാം പെട്ടെന്നും ബാബുക്കയും ഭാഗമായി. ഇപ്പോൾ 22 FK, ദാത്തടിയ, അല്ലെങ്കിൽ ട്രിവാൻഡ്രം ലോഡ്ജ്, ഇപ്പോൾ ഞങ്ങളുടെ തന്നെ കിളിബോയിൽ വളരെ രസകരമായിട്ടുള്ളൊരു വേൾഡ്. അതിലും ഈ പറഞ്ഞ പോലെ ഗഗനചാരിയിൽ പോലെ ഒരു സിനിഫൈലായിട്ടുള്ള ക്രൗഡാണ്. അവിടെ സിനിമ പോസ്റ്റേഴ്സും അതിൻ്റെ പെയിൻറ്റിങ്സും ഒക്കെ നമ്മൾ ചെയ്തു. അപ്പോൾ ആ ഒരു ട്രെൻഡ് മാറിയപ്പോൾ, ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഫിലിമിൽ നിന്ന് ഡിജിറ്റലിലേക്ക് മാറിയപ്പോൾ ആ ഒരു സമയത്തൊരു വർക്കിംഗ് പാറ്റേൺ കംപ്ലീറ്റ്ലി മാറിയായിരുന്നു. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ആ സമയത്തുള്ളൊരു? ഈ പണ്ട് ആൾക്കാർ പറയില്ലേ നാടോട് നടുവോടണം, അതാണ് പോളിസി. ശരിക്കും പറഞ്ഞാൽ അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ നമ്മളെല്ലാം താഴെ പോകും. ഇന്ന് എന്താണ് ഐഫോണിൽ എന്താണ് 15 Pro വന്നിട്ടുണ്ട്. അതിൻ്റെ ഫ്യൂച്ചർ എന്താണുള്ളത്? 15 Pro വാങ്ങിക്കാനല്ല, അതിലെന്തൊക്കെ ഫ്യൂച്ചേഴ്സ് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഇൻഡസ്ട്രിയിൽ സർവൈവ് ചെയ്യാൻ പറ്റൂ. ലാസ്റ്റ് 28 years ഐ മീൻ ദ ഇൻഡസ്ട്രി. നേരത്തെ പറഞ്ഞ ശശിയേട്ടൻ്റെ പടം ചെയ്തിട്ടുണ്ട്, കമൽ സാറിൻ്റെ, വിനയൻ സാറിൻ്റെ പടം, ഇപ്പോൾ വരുന്ന ന്യൂ ജനറേഷൻസിൻ്റെ പടങ്ങൾ ചെയ്യുന്നത്. ഇതിൻ്റെ അപ്ഡേഷൻ ഉള്ളതുകൊണ്ടാണ് ഇങ്ങോട്ട് എത്താൻ പറ്റിയതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഈ അപ്ഡേഷൻ എന്ന് പറയുന്നത് വെറുതെ ചെയ്തിട്ട് കാര്യമില്ല. പണ്ടൊക്കെ നമ്മൾ വരച്ചു കൊടുക്കുകയായിരുന്നു, പിന്നെ അത് ലാപ്ടോപ്പിലായി. ഇപ്പൊ ഇനി AI ചെയ്താൽ ഇനി നിൽക്കാൻ പറ്റുള്ളൂ. എഴുതി കൊടുത്താൽ ഉണ്ടാക്കി തന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ ഒരു 6 മാസമായിട്ട് അതിൻ്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക. സോ അതാണ് അപ്ഡേഷൻ ചെയ്യുക. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുട്ട് ദ 100% പെർഫോമൻസ്. അല്ലെങ്കിൽ അതിനെ സ്നേഹിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ കൂടെ പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളത് തള്ളി വിട്ടാൽ ആൾക്കാർ. ഇപ്പോൾ ബാബുക്ക ചില സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ചെറുതായിട്ട് തല കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സിനിമയിൽ തന്നെ വളരെ രസകരമായിട്ടൊരു സീൻ ചെയ്തായിരുന്നു. അത് പിന്നീട് കണ്ടിന്യൂ ചെയ്യാൻ നോക്കിയിട്ടില്ല. അന്ന് ആ സീനിന് ഭയങ്കര കയ്യടിയും കിട്ടി, പ്രകാശേട്ടൻ എന്ന് പറഞ്ഞ കിളിബോയിലെ ആ സീനിൽ. അപ്പോൾ ആ അഭിനയം പിന്നീട് പെർസ്യൂ ചെയ്തിട്ടില്ലേ? ഇല്ല, ഈ അഭിനയം എന്ന് പറഞ്ഞത് വളരെ പാടുപെട്ട പണിയാണ്. കാരണം നമ്മൾ പുറത്ത് നിന്ന് സംസാരിക്കുന്ന പോലല്ല. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടി ഈസിയാണ്. കാരണം ഇപ്പം എന്താ പറയുക, എല്ലാവരും ഡെയിലി ഒരു റീലൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ക്യാമറയായിട്ട് അത്ര ഫ്രണ്ട്ലി ആയി. പക്ഷേ എനിക്ക് ഇപ്പോഴും, ഞാൻ ലാസ്റ്റ് ഒരു പടം ചെയ്ത്, ഒരു പടത്തിൽ പപ്പേട്ടൻ്റെ ഒരു പടത്തിൽ ഒരു ചെറിയ സീൻ, ഒരു അന്തൻ്റെ സീൻ ചെയ്യാൻ എനിക്ക് അപ്പോൾ പോയാലും എനിക്ക് കയ്യും കാലൊക്കെ വരയ്ക്കണം. അപ്പം ഞാൻ വിചാരിച്ച് ഇത് നമുക്ക് പറ്റിയ പണിയല്ല. എന്താ പറയുക, ഇതിൻ്റെ പുറകെ നിന്നിട്ട് നമ്മളിവരെ കുറേ പേര് ചീത്ത പറഞ്ഞിട്ടുണ്ട്, ഒന്ന് അഭിനയിച്ചിട്ട് പോടോ. എന്താ പറയുക, രാത്രി നമ്മൾ മലയാള ഇൻഡസ്ട്രിയിലാണ് 9:30 വരെയുള്ള ടൈം. 9 മണിക്കായിരിക്കും ആരും വന്ന് അരി വറക്കുന്നത്. അപ്പോൾ നമ്മളിവനെ കുറേ ചീത്ത പറഞ്ഞത്. അപ്പോൾ നമുക്കുള്ളിലുള്ള പേടി എന്താ വെച്ചാൽ, നമ്മളെന്ന് തെറ്റ് ചെയ്യുമ്പോൾ ഇവന്മാരൊക്കെ എല്ലാം നമ്മൾ പറയുമോ എന്നുള്ളത്. അതുകൊണ്ട് മാത്രമുള്ള എനിക്ക് ഒന്നാമത് ഈ അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, എനിക്ക് പറ്റാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ നിർത്തിക്കളഞ്ഞത്. അല്ലാണ്ട് തന്നെ ഇപ്പോൾ ഡയറക്ഷനിലേക്കുള്ള പ്ലാൻസ് ഉണ്ടോ? എങ്ങനെയാണ് അത് ഗ്രാജുവലി എപ്പോഴും ചെയ്യാനുള്ളൊരു ഐഡിയ ഉണ്ടോ? എന്തെങ്കിലും മനസ്സിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? വർക്ക് ചെയ്യുന്നുണ്ട്. ഈ അൾട്ടിമേറ്റ്ലി ആരായാലും, ഈ ക്യാമറമാൻ ആയാലും, അല്ലെങ്കിൽ നമുക്ക് അൾട്ടിമേറ്റ് ഒരു സാധനമാണ് നമ്മൾ ഡയറക്ഷൻ ചെയ്യണം എന്നുള്ള ഒരു ഇത്. ഞാൻ കുറേ ട്രൈ ചെയ്തു, ഒന്നും നടന്നില്ല. ഇപ്പോഴും ട്രൈ ചെയ്യുന്നുണ്ട്, നടക്കുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇഫ് ദ ഫിലിം ഹിറ്റ്, നിങ്ങളൊക്കെ ചോദിക്കും ഇത് നേരത്തെ ചെയ്തുകൂടായിരുന്നു എന്ന്. ഇഫ് ഇറ്റ് ഇസ് ഫ്ലോപ്പ്, എന്തിനാണ് വേറെ ജോലിയുള്ളപ്പോൾ അത് വിട്ടിട്ട് എന്തിനാണ് അങ്ങോട്ട് താഴെയെന്ന്. സോ ആ 2 ഇതും കാണണം. എന്നിട്ട് വേണം നമുക്ക് ഏതൊരു പടം ഫ്ലോപ്പ് ആവാൻ വേണ്ടിയിട്ട് ആരും പടം എടുക്കാറില്ല. അത് ചിലപ്പം സംഭവിച്ചു പോകുന്നതായിരിക്കും. നല്ല പടങ്ങൾ ഓടുന്നുണ്ട്, നല്ല പടങ്ങൾ ഓടാത്തതുണ്ട്. നമ്മൾ സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ ജോണർ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കണം. ഈ ജോണർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണം. അതൊക്കെയാണ് സിനിമയുടെ ഒരു ഇത്. അതുകൊണ്ട് വെയിറ്റിംഗ് ആണ്. എന്തായാലും ചെയ്യും ഈ വർഷം, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ ആദ്യം തന്നെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു.
അപ്പോൾ അതേപോലെ ബാവൊക്കെ ചെയ്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സിനിമകൾ ഇപ്പം ആമീൻ നമ്മൾ നേരത്തെ സംസാരിച്ചു. ഇപ്പം ആക്ഷൻ ഹീറോ ബിജു വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പോലീസ് സ്റ്റേഷൻ സെറ്റ് ചെയ്യുകയാണ്. അത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള തീപ്പൊരി പോലീസ് ഓഫീസേഴ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ബിൽഡിങ്സോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല. ഏറ്റവും സാധാരണമായിട്ട് ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റി കാണിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അത് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു അത് ഷൈൻ വളരെ ഈ പറഞ്ഞതേ ഓരോ ദിവസം ഓരോ സ്റ്റേഷനിൽ കയറുമായിരുന്നു. ഷൈൻ്റെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊച്ചി വരുന്നുണ്ടെങ്കിൽ എല്ലാ സ്റ്റേഷനിലും കയറിയിട്ട് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, എങ്ങനെയുള്ളത്, എന്താണ് പ്രോസസ്സ്, ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് സ്റ്റഡി ചെയ്ത്. അപ്പോൾ ആദ്യ ഡിസ്കഷനിൽ പറഞ്ഞപ്പോൾ ഒക്കെ എനിക്ക് സാധാരണ സിനിമ സെറ്റിംഗ് വേണ്ട, ഞാൻ ഉണ്ടാവില്ല. അതായത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത നാച്ചുറലായിട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഈ പടത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ട് ആദ്യം വരുന്നത് ഒരു SI ആയിരുന്നു. പുള്ളി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇത് കൊള്ളാം, ഇത് ഞങ്ങളെ സ്റ്റേഷനിലില്ല കേട്ടോ. അയാൾ ഏതോ ഒരു ഗുദാമുള്ള സ്റ്റേഷൻ, ഇത് ഞങ്ങളെ സ്റ്റേഷനിലില്ല. ഉടനെ ഷൈൻ പറഞ്ഞു ഇത് ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എടുക്കാൻ പോയില്ല. കാരണം സിനിമയ്ക്ക് നാച്ചുറലിന് ഉപരി ഒരു ഫ്രെയിം ബ്യൂട്ടി എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതിന് വേണ്ടിയിട്ട് അത് കറക്റ്റാണ്, കുറച്ച് എക്സസൈസ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ അത് കിട്ടില്ല. അപ്പോൾ അടുത്ത വേറെ പോലീസ് ആ പടത്തിൽ അഭിനയിച്ച ഒരു 40% ആൾക്കാരും റിയൽ പോലീസുകാരാണ്. അപ്പോൾ വേറെ ആൾ വന്നിട്ട് ഇത് കുഴപ്പമില്ല, ഇത് നന്നായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഷൈനി ഇത് നന്നായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ആദ്യം ഇവരൊന്ന് തീരുമാനിക്കാൻ പറയും, എന്നിട്ട് നമുക്ക് എടുക്കൽ മാറ്റലൊക്കെ പിന്നെ ചെയ്യാം. സോ അതുകൊണ്ട് എന്താ അറിയോ, അവർക്ക് എല്ലാവർക്കും ആ ഒരു സ്റ്റേഷനിൽ അവരെ സ്റ്റേഷനിലോ അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന സ്ഥലം പോലെ തന്നെ അവർക്ക് തോന്നിയിട്ടുണ്ട്. അത് റിയൽ ആയതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അത് അങ്ങനെ ഒരു സ്ഥലം എടുത്ത് പോലീസ് സ്റ്റേഷൻ ഒരു ഹാളാണ് അത്. ഒരു പാരിഷ് ഹാളാണ്. അത് എടുത്തിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തതാണ്. ഇന്ന റൂം, പിന്നെ നമ്മൾ ബിജുവിൻ്റെ റൂമൊക്കെ അവിടെ പാർട്ടിഷൻ ചെയ്ത് പിന്നെ അതിന് അങ്ങനെ ഇതൊക്കെ ചെയ്തതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഹെലൻ എന്ന് പറയുന്ന സിനിമ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ളത്. ആ കുട്ടി അതിനകത്ത് പെട്ടുപോകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചറുകളും അതിലെ കുട്ടിയുടെ ഓരോ അവസ്ഥയും അവൻ ഓരോ അവസ്ഥയിലും അതിൻ്റെ ഓരോ ഫ്രീസിങ് പോയിന്റുകളും വരുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കുമല്ലോ അത് ചെയ്യാൻ. അത് സെറ്റിലാണ് ചെയ്തതെന്ന് പറഞ്ഞു. അത് എങ്ങനെയായിരുന്നു, അതെങ്ങനെയാണ് ടാക്കിൾ ചെയ്തത്? അതും ഇതേമാതിരി ഒരു ദിവസം വിനീതിനെ വിളിച്ച് വിനീതിനൊന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഹാപ്പിയാണ്. കാരണം നമ്മളൊക്കെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഡയറക്ടേഴ്സിലെ കൂട്ടത്തിലുള്ള ഒരു പേരാണ്. പിന്നെ നമ്മൾ പോയി കണ്ടപ്പോൾ മാത്തുക്കുട്ടിയാണ് ഡയറക്ടർ, വിനീത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ വിനീതും മാത്തുക്കുട്ടിയും സംസാരിച്ച് കഴിഞ്ഞാൽ ഒരേപോലെ ഉണ്ടാവും, രണ്ടുപേരും ഒരേ ആ മോഡുലേഷൻ കറക്റ്റ്. ഞാൻ ചോദിച്ചു ബ്രദറാണോ? അല്ല എന്ന് പറഞ്ഞു, എൻ്റെ കൂടെ വർക്ക് ചെയ്ത്. അപ്പോൾ പലപ്പോഴും എനിക്ക് ഈ സൗണ്ട് മാറിപ്പോയിട്ടുണ്ട്. ഈ ഫോണിൽ വിളിക്കുമ്പോൾ ഞാൻ വിനീതേട്ടെന്ന് പറയുമ്പോൾ അല്ല, ഞാൻ മാത്തുക്കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ മീറ്റിംഗ് പോയി സ്ക്രിപ്റ്റ് വായിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടില്ല, കാരണം നിങ്ങൾ എന്തായാലും ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് റിയൽ ആയിട്ടുള്ള സ്ഥലത്ത് പറ്റൂല, കാരണം ദർ ഈസ് എ -5 വാട്ട് എവർ ഇസ് ലോ എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു 24ലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ ബോഡി അത് അക്സെപ്റ്റ് ചെയ്യില്ല, ഭയങ്കര ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് ഇത് ഇറങ്ങി പിന്നെ നമ്മൾ AC ഫ്ലോറിൽ എന്തിനെങ്കിലും ചെയ്ത് പിന്നീട് നമ്മൾ പുറത്ത് കാറിലേക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം ഈ ബോഡീൻ്റെ ഒരു കൺട്രോൾ ശരിയാവും. അല്ലാതെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്യൂ ആണ്. ഇപ്പോഴല്ല, പിന്നീട് അത് ഭയങ്കര ഇഷ്യൂ ആണ്. കുറേ ദിവസങ്ങൾ ചെയ്യുമ്പോൾ കുഴപ്പമുണ്ടാവുമെന്നാണ്. അങ്ങനെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് സെറ്റ് ഇടാം. അപ്പോൾ ഈ സെറ്റ് ഇടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കൂൾ ബോർഡ് കിട്ടണം. ഇത് ഫ്രീസറിൻ്റെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെന്നൈ പോയി അവിടുന്ന് ഈ മെറ്റീരിയലൊക്കെ വാങ്ങിച്ചു. അവിടുന്ന് തന്നെ കംപ്രസറും വാങ്ങിച്ചു. 4 കംപ്രസറുണ്ട്. അതായത് ആ സെറ്റിൽ കാണാൻ പറ്റും 2 ബോക്സ് മുകളിൽ. ആ 2 ബോക്സിൻ്റെ ഉള്ളിൽ കംപ്രസറാണ്. നമുക്ക് എത്ര ഡിഗ്രി വേണോ അത് സെറ്റ് ചെയ്തിട്ട്, അപ്പോൾ പുറത്ത് ഇതിൻ്റെ ഡിഗ്രി മറ്റേ ഇതും വെച്ചിട്ടുണ്ട്, തെർമോമീറ്ററും വെച്ചിട്ടുണ്ട്. അവർ അതിൽ നോക്കും. എന്നിട്ട് നമ്മൾ അകത്ത് കയറുന്നു. എന്നിട്ട് അതിൽ കുറച്ച് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് സ്മോക്ക് ഇട്ടിട്ട് ഹേസ് ഇട്ടിട്ട് സെറ്റിൽ ചെയ്തിട്ടാണ് ആ ഷൂട്ട് ചെയ്തത്. അല്ലാതെ പക്ഷം -5 നിന്ന് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മീൻസ് ഷൂട്ടിംഗ് മാത്രമല്ല, ആഫ്റ്റർ എഫക്ട്സ് ആണ് അതിൻ്റെ ഇഷ്യൂ. ഇതൊക്കെ ബാവക്കയുടെ എക്സ്പീരിയൻസിൽ നിന്ന് വന്നുള്ള പഠനങ്ങളായിരിക്കുമല്ലോ ഇത് എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളത്. ഉറപ്പായിട്ടും ഇത് ഞാനാണ് ആദ്യം പറഞ്ഞത്, ഇങ്ങനെ ഈ മൈനസ് നിന്ന് ഇങ്ങോട്ട് കയറി വരാൻ പറ്റില്ല എന്നുള്ള കാര്യം. കാരണം
നമ്മളൊക്കെ ഡെയിലി അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ സ്ഥലങ്ങളാണ്. ഇപ്പം നമ്മൾ ഈ ആമേനൊക്കെ ചെയ്യുമ്പോൾ ആ വഴിക്ക് പോകുമ്പോൾ കുറേ ഫ്രീസർ പോയിന്റ് ഉണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ വെറുതെ കയറി കണ്ടതാണ്. കുറച്ച് നേരം നിന്നിട്ട് എനിക്ക് പുറത്ത് വന്നപ്പോഴുള്ള എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത്. ഇത് നമ്മൾ കണ്ടിന്യൂസ് ഒരു 15 days ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ബോഡി ഇതാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വിനീത് പറഞ്ഞു തന്നാൽ പിന്നെ നമുക്ക് സെറ്റ് ഇടാം. അങ്ങനെയാണ് ആ സെറ്റ് ഇട്ടതും തന്നെ. ഇപ്പോൾ ബാവക്കയുടെ ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ കൂടെ അതേപോലെ തന്നെ ഒരുപാട് സിനിമാറ്റോഗ്രാഫേഴ്സിൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടാകും. ഒരു പെട്ടെന്ന് ചോദിച്ചാൽ ഇവരുടെയൊക്കെ കൂട്ടത്തിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വർക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡയറക്ടേഴ്സും സിനിമാറ്റോഗ്രാഫേഴ്സും ആരൊക്കെ ആയിരിക്കും? അങ്ങനെ ഒരു കുഴപ്പിക്കുന്ന ചോദ്യമാണ്. കാരണം എനിക്ക് പഴയ ആളുകളിൽ കുറേ ആളുകളെ ഇഷ്ടമുണ്ട്. കാരണം കമൽ സാറിനെ പോലെ ആളുകളൊക്കെ ഭയങ്കര എനിക്ക് ഫസ്റ്റ് പടം തന്നുകൊണ്ടല്ല, അല്ലെങ്കിലും പുള്ളിയുടെ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ പുള്ളി വിചാരിക്കുന്ന സാധനങ്ങളൊക്കെ വളരെ വേറൊരു ടൈപ്പ് ഓഫ് ഇതാണ്. പുതിയ ജനറേഷനിൽ ഇപ്പോൾ ആരും പേര് പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും ഇപ്പോൾ ന്യൂ വന്നുകൊണ്ടിരിക്കുകയാണ്. ആഷിഖ് കപൂറിൻ്റെ പടം ചെയ്തിട്ടുണ്ട്, അത് അവർ വേറൊരു താട്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ വിനയ് ഗോവിന്ദ് ഞാൻ ഒരു പടം ചെയ്തിട്ടുള്ളൂ, പക്ഷേ അവൻ വേറൊരു താട്ടാണ്. DOPസിൽ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ VKPയുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് വലിയ തിരു സാർ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ കൂടെ ഇപ്പോഴും വർക്ക് ചെയ്യാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം അവർ നേരത്തെ പറഞ്ഞ പോലെ ഒരു അവരുടെ പേരിൻ്റെ കൂടെ നമ്മൾ പേര് വെക്കുക എന്നുള്ളതാണ്. അവർ ഈവൻ PC സാറിൻ്റെ ഒരു പടം ഞാൻ ആ പടം വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് പുള്ളി ഭയങ്കര പേടിയായിരുന്നു. കാരണം ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ സാറിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ സാറിൻ്റെ എന്നെ ആഡ് ചെയ്തിട്ടുണ്ട്, പുള്ളി സാറിൻ്റെ വീട്ടിൽ വന്നിട്ട് മിനിയേച്ചർ ഷൂട്ടിന് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ പറവല്ല. അപ്പോൾ എനിക്ക് പുള്ളി ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഞാൻ ഇല്ലായിരുന്നു ഒരു ദിവസം, അവിടെ ഷൂട്ടിങ്ങിനില്ല. അപ്പോൾ അതിൽ ഇവളെ മേത്ത് വന്നിട്ട് ബുക്ക് പോയി കത്തിയിട്ട് പോയി മേത്ത് വീഴുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ റോപ്പ് ഇട്ടിട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് കത്തിച്ചിട്ട് വിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു. സാറ് സമ്മതിച്ചില്ല. ബാബ എപ്പോഴും അന്നയ്ക്ക് ഷൂട്ട് പണിക്കലാണ്. സോ അത് ഒരു വലിയ കാര്യമാണ്. കാരണം അത് എനിക്ക് വേറൊരു പേഴ്സണൽ ഇത് ആവശ്യം കൊണ്ട് ഞാൻ പുറത്ത് വന്നതാണ്. പക്ഷേ നേരെ മറിച്ച് നമ്മളാൾക്കാരങ്ങ് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും. അത് ഒരു ദിവസം വേസ്റ്റ് ചെയ്യണം. പക്ഷേ പുള്ളി പ്രൊഫഷണലായിട്ട് പ്രൊഫഷണൽ ട്രസ്റ്റാണ്. ആ ട്രസ്റ്റ് നമ്മൾ ചെയ്തു കൊടുക്കും എന്നുള്ളതിൻ്റെ ഒരു ഇതുള്ളതുകൊണ്ടാണ്. അപ്പം അങ്ങനെ കുറേ പേര് മലയാളത്തിൽ ഇപ്പോൾ നിറയെ പുതിയ DOPസൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഷഹനാദിന് കൂടെ വർക്ക് ചെയ്യും. ഭയങ്കര കൂൾ മനുഷ്യനാണ്, വേറൊരു തലത്തിലുള്ള ഇതാണ്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള P. സുകുമാരൻ്റെ സുഖേട്ടൻ്റെ കൂടെയാണ് കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി ഭയങ്കര വർക്കൗട്ടാവും. പുള്ളി എന്ത് വിചാരിക്കുന്നോ അത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ രക്തസാക്ഷികൾ ചെയ്യുമ്പോൾ വേണു സാറൻ ഡയറക്റ്റ് ചെയ്യുന്ന പടമാണ്, സുഖേട്ടനായിരുന്നു. ആ പടത്തിൽ ആദ്യം ഞാൻ ഇപ്പോൾ ഒരു പടം ചെയ്യുമ്പോൾ ഒരു ഡയറക്ടറെ കുറിച്ച് അന്വേഷിക്കും നമ്മൾ. അത് ആരാ, അത് ന്യൂ ആയാലും പഴയതായാലും പുതിയതായാലും. അപ്പോൾ അന്വേഷിച്ചപ്പോൾ പുള്ളിയെക്കുറിച്ചായിട്ട് ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള ആളാണ്, ഭയങ്കര ടെമ്പറാണ്, ഭയങ്കര ചീത്ത പറയും എന്നൊക്കെ കേട്ടിട്ടുള്ള ആളാണ്. പക്ഷേ ആ പടത്തിൽ ഞാനും സുഖേട്ടനും കൂടി പുള്ളിയെ ഒരു ദിവസം പോലും അങ്ങനെ ഒരു ടെമ്പർ കയറ്റാൻ വിട്ടിട്ടില്ല. സീൻ ബൈ സീൻ നാളെ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അസോസിയേറ്റും സുഖേട്ടൻ ഞങ്ങൾ ഇന്ന് പറയും നാളെ ഇന്ന സീനാണ്, ഇത്രേ ഉള്ളൂ. വലിയ ഹെവി സിനിമയാണല്ലോ, സമരങ്ങളൊക്കെ ഉള്ള. അതെ, ഇന്ന സീനാണ്, ഇത്ര മണിക്ക് ഇത്ര സാർ ഇത്ര മണിന്നാൽ മതി, നമ്മൾ ഇത്ര സെറ്റ് ചെയ്യും. സോ പുള്ളി നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ലാസ്റ്റ് പോകുന്ന അന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ട് ഞങ്ങൾ. അത് ഭയങ്കര, കാരണം വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. കുറേ ആളുകളെ കണ്ടിട്ടുണ്ട്, നമ്മൾക്ക് അന്ന് ഒന്നുമല്ല. അപ്പോൾ പുള്ളി പറഞ്ഞ അന്ന് അപ്പോഴാണ് മനസ്സിലായത്, ഞാൻ കുറേ പടം ചെയ്തിട്ടുണ്ട്, കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്, കുറേ എഴുതിയിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഉള്ളതുകൊണ്ട് എനിക്ക് ഈ പടത്തിൽ ആ സ്ട്രെയിൻ എനിക്ക് മനസ്സിലായില്ല എന്ന് പറയും. അങ്ങനെയൊക്കെ ഞാൻ സുഖേട്ടന് കൂടെ കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. വളരെ കെമിസ്ട്രി വർക്കൗട്ട് ആയിട്ടുള്ള ഒരു സിനിമാറ്റോഗ്രാഫറാണ്. ഇപ്പോൾ ഇത് പറഞ്ഞ പോലെ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ആർട്ട് ഡയറക്ഷൻ ഇപ്പോഴാണ് ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കുന്നതും അല്ലെങ്കിൽ അതിനെപ്പറ്റി എല്ലാവരും കൂടുതൽ പഠിക്കുന്നതും. അപ്പോൾ ബാവക്കയുടെ തന്നെ വർക്ക്സ് എടുത്ത് പോയി കഴിഞ്ഞാൽ കുറേ സിനിമകൾ നമുക്ക് വിക്കിപീഡിയയിലോ ഒന്നും നമുക്ക് കാണാത്തുള്ള കുറേ വർക്ക്സ് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഭാഷകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ? തമിഴും തെലുങ്കും ഒക്കെ സിനിമകൾ ചെയ്തിട്ടുണ്ടോ? അതിൻ്റെ ഒന്നൊരു ലിസ്റ്റൊന്നും നമുക്ക് ഈ കൂട്ടത്തിൽ കാണാൻ കിട്ടുന്നില്ല. അതൊക്കെ ഏതൊക്കെയായിരുന്നു തമിഴിലും തെലുങ്കിലും ഒക്കെ ഹിന്ദിയിലും ഒക്കെ ചെയ്തിട്ടുള്ള വർക്കുകൾ? തമിഴിൽ ഞാൻ 2 പടം ചെയ്തിട്ടുള്ളൂ. അത് ഇവിടുന്ന് പോയതാണ്. അതായത് കരിമാടിക്കുട്ടനും കരിമാടിക്കുട്ടനിലെ അന്ധനായിട്ട് മണി, അന്ധനായിട്ടാണ് വാസന്തി ലക്ഷ്മി, പിന്നെ നിറം തമിഴിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2-3 പടം, മാക്സിമം 4 പടങ്ങളുണ്ടാവും. കന്നഡയിൽ ഒരു 4 പടം ചെയ്തിട്ടുണ്ട്.
ഹിന്ദിയിൽ വൈറ്റ് എലിഫന്റ് എന്ന് പറഞ്ഞിട്ടൊരു പടം ചെയ്തിട്ടുണ്ട്. ഇതാണ് പുറത്തെ ഭാഷയിൽ ചെയ്ത പടം. അല്ലാണ്ട് ആഡ് സിസ്റ്റം പോലെ എല്ലാ ഭാഷകളിലും ചെയ്തിട്ടുണ്ടാവും. ആഡുകൾ ഇന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഞാൻ ഇന്ന് നിൽക്കുന്നത് ആഡ്സുള്ള, കാരണം നിൽക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച വേറെ ഒന്നുമല്ല, ഈ ഫൈൻ ട്യൂണിങ് എന്ന് പറഞ്ഞൊരു സാധനമല്ല, ഈ അപ്ഡേഷൻ ചെയ്യുന്ന ഒരു ഇത് ഉണ്ടാവുന്നത് ഈ ആഡ് കൊണ്ടാണ്. കാരണം അവിടുന്ന് വരുമ്പോൾ ഐ എം ഡൂയിങ് മോർ ഓഫ് ബോംബെ ആഡ്സ് ആണ്. മലയാളം ചെയ്യുന്നുണ്ട്, പക്ഷേ ചെയ്യുന്നേക്കാൾ കൂടുതലും ബോംബെ. അപ്പോൾ അവർ എന്താ പറയുക, ദർ 100% ഫൈൻ ട്യൂൺ ആലോചിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും ഒരു ക്വാളിറ്റി കൊടുക്കാൻ പറ്റുന്നുള്ള. എല്ലാം പ്രീ അപ്രൂവ്ഡ് ആയിരിക്കും. അതെ, പ്രീ അപ്രൂവ്ഡ്. ഈവൻ ഒരു സ്പൂൺ ആണെങ്കിൽ ആ സ്പൂണിലുള്ള ഡിസൈൻ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായ ഒരിതാണ്. അതിൻ്റെയൊക്കെ ഇതായിരിക്കും റിഫ്ലക്റ്റഡ് ആയിരിക്കും എനിക്ക് ഞാൻ പടം ചെയ്യുമ്പോൾ കുറേ കൂടിയും എൻ്റെ ഒരു ഫൈൻ ട്യൂൺ ആവുന്നത്. ഇപ്പോൾ ഏതൊക്കെയാണ് ഇനി വരാനിരിക്കുന്ന വർക്ക്സും ഏതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്? വരാനിരിക്കുന്നത് ഇപ്പോൾ തുടങ്ങാൻ പോകുന്നത് ടൊവിനോ അനുരാജിൻ്റെ ഒരു പടം തുടങ്ങാൻ പോകുന്നുണ്ട്. പിന്നെ വാമനൻ എന്ന് പറഞ്ഞിട്ട് ബിജു എന്ന് പറഞ്ഞൊരു ഡയറക്ടറുണ്ട്. പുള്ളി വാമനൻ പടം ചെയ്ത പുള്ളിയുടെ ഒരു പടം സംസാരിച്ചിട്ടുണ്ട്. പിന്നെ പപ്പേട്ടൻ്റെ ഒരു പടം, നരേൻ അഭിനയിക്കുന്ന ഒരു പടമുണ്ട്. അങ്ങനെ ഇപ്പോൾ ലൈനിൽ അതാണ് ഉള്ളത്. ഇത് ഏതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഓക്കെ ബാബുക്ക, ഒരുപാട് സന്തോഷം സംസാരിക്കാൻ പറ്റിയതിൽ. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്.